ഹായ്, അർജു വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും വൈശാഖും മാത്രമല്ല, നമുക്ക് ഒരാളും കൂടി ഉണ്ട് നമ്മുടെ ഒപ്പം. മണിക്കുട്ടൻ നമ്മുടെ ഫ്രണ്ടാണ്. സോ നമ്മളിന്നിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓക്കെ, അപ്പോൾ ഈ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ചായ അല്ല. എന്ത് ചായ വൈശാഖേ? ഹൈദരാബാദി ദം ടീ ആണോ? അല്ല, ഇത് ഇറാനി ചായ എന്ന് പറയും. ഇറാനി ചായ, അതായത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിടത്തോളം ഇറാനിലൊക്കെ പൊതുവെ സുലൈമാനിയാണ് ഫേമസ്. പക്ഷേ ഇറാനിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഹൈദരാബാദിലും അല്ലെങ്കിൽ ബോംബെയിലൊക്കെ കുറേ ഈ പാൽച്ചായയുടെ സെൻറ്റേഴ്സ് തുടങ്ങി. അങ്ങനെയാണ് ഇറാനി ചായ ഫേമസ് ആയത്. അതുകൊണ്ടായിരിക്കും നിനക്ക് ഹൈദരാബാദി ചായ എന്ന് പറയാൻ തുടങ്ങി. ദിവസം തോറും പുതിയ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഔട്ട്ലെറ്റ്സ് വരുന്ന നമ്മുടെ സ്വന്തം പട്ടാമ്പിയിൽ ഇറാനി ചായയും ബൺമസ്കയും കിട്ടുന്ന ഷൈറാൻ കഫേ ആരംഭിച്ചിട്ട് ഏതാണ്ട് 1.5 മാസത്തിന് മേലെയായി. എന്നിട്ടും ഞാൻ ഇങ്ങോട്ടെത്താൻ അല്പം വൈകി. അതിന് തക്കതായ ഒരു കാരണമുണ്ട് കേട്ടോ. ഇറാനി ചായയും ബൺമസ്കയും മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഓഫ് മലബാർ സ്നാക്ക് ഐറ്റംസും ഇവർക്ക് അവൈലബിൾ ആണ്. ഏതാണ്ട് 8 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്യുന്ന മിൽക്കാണ് ഈ ഒരു ചായക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ പാലിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ഇവരുടെ സ്പെഷ്യൽ ടീ പൗഡറും ആഡ് ചെയ്ത് വീണ്ടും സ്ലോ കുക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചായ നമ്മുടെ പട്ടാമ്പിയിൽ വരുമ്പോൾ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് മുന്നിലേക്ക് 4 ടീ കപ്പ് എത്തിയിട്ടുണ്ട്. ആ 4ാമത്തെ ആളാരാ? ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കാർത്തികയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 2 ദിവസം ബക്രീദിന്റെ ഒഴിവാണ്. ആ ഒരു സന്തോഷം കാർത്തികയുടെ മുഖത്ത് അറിയുന്നുണ്ട്. ബൈ ദ വേ, കാർത്തികയും മണിക്കുട്ടനും സഹോദരന്മാരാണ് കേട്ടോ. പിന്നെ എൻ്റെ നൈബേഴ്സും ആണ്. സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത എനിക്ക് ഒരു അനിയത്തിയും അനിയനെയും കിട്ടി. പിന്നെ ഹൈദരാബാദിൽ വരെ പോയിട്ട് ഇറാനി ചായ കുടിച്ച എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഉറ്റ സുഹൃത്ത് വൈശാഖും. അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് ഇട്ടോ എന്നെ അഞ്ജലിക്ക് ഒന്നും കൂടി കാണിക്കണം. ഒന്നും കൂടി. അവർ 3 പേരും ചായ നന്നായി ആസ്വദിച്ചു. അങ്ങനെ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ പകർത്തിയെടുക്കുന്നതിനിടയിൽ എവിടെയോ ഞാൻ ചായ കുടിക്കുന്ന കാര്യവും അത് വ്ളോഗ് എടുക്കുന്ന കാര്യവും മറന്നുപോയി. സാരല്ല, ചില സിനിമകളിലൊക്കെ ഹീറോ ഇൻട്രൊഡക്ഷൻ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ. അങ്ങനെ ഇരിക്കട്ടെ. 25 രൂപയാണ് ഇവിടുത്തെ ഇറാനി ചായയുടെ പ്രൈസ്. എനിക്കെന്തായാലും ഇവിടുത്തെ ചായ വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ പാനിപൂരിയാണ്. പട്ടാമ്പിയിൽ പൊതുവെ ചാറ്റ്സ് കിട്ടുന്ന ഷോപ്സ്, അതായത് നല്ല ചാറ്റ്സ് കിട്ടുന്ന ഷോപ്സ് കുറവാണ്. ഇനി ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്തില്ലെങ്കിലേ ചിലപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ എൻ്റെ സെക്കൻഡ് എൻട്രിക്കുള്ള ടൈമായി. ഇതും പുളിയുണ്ട്, നന്നായിട്ട്. 7 ചെറിയ പൂരീസുള്ള ഈ ഒരു പ്ലേറ്റിന് അവർ 79 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അല്പം ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി, പക്ഷേ കൊള്ളാം, പാനിപ്പൂരി കൊള്ളാം. ഇടയ്ക്കൊരു കാലത്ത് കേരളത്തിൽ വളരെ ഹൈപ്പ് കയറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് ബൺമസ്ക. എനിക്ക് അന്നും ഇന്നും ഇത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇവിടെ 65 രൂപയാണ് ഈ ബൺമസ്കയ്ക്ക് റേറ്റ്. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി 3 പേരുടെ എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് അത് തന്നെ മനസ്സിലായത്. എന്തായാലും നമ്മൾ കുറച്ച് വെറൈറ്റീസ് ഓഫ് മലബാർ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഒസ്മാനിയ ബിസ്ക്കറ്റിൽ നിന്നും തുടങ്ങാം. ഇത് ചായ കുടിച്ച സമയത്ത് വാങ്ങണമായിരുന്നു. ഇതും കുറച്ച് പ്രൈസ് 3 രൂപയിലും 5 രൂപയുള്ളൂ ശരിക്കും. 3 രൂപയുള്ളൂ. 3 രൂപയുള്ളൂ. 10 രൂപയ്ക്ക് 3 അതെ, ഒരു പീസ് 10 രൂപ അല്ലേ?
10 രൂപയ്ക്ക് 3 ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്താ സ്മോൾ പിസ്സ. ഞാൻ ഇത് ഇഡ്ഡലിയുടെ മേലെ ചിക്കൻ വെച്ചു എന്നാണ് പറഞ്ഞത് അയാളോട്. അയാൾ ചിരിച്ചു. ഇത് ഞാനിത് നോക്കിയപ്പോൾ ഒരു ഇഡ്ഡലിയുടെ മേലെ ഒരു ചിക്കൻ്റെ പീസ് വെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതാരാ ട്രൈ ചെയ്യണ ഫസ്റ്റ്? വൈശാഖ നമ്മുടെ ടെസ്റ്റർ. പറ്റൂല. ഷൈറാൻ സ്പെഷ്യൽ സ്മോൾ പിസ്സ 39 രൂപയാണ്. ഈ കുബൂസിൻ്റെ മേലെ ബ്രോസ്റ്റഡിൻ്റെ ചെറിയ ക്രിസ്പി പീസ് വെച്ചേക്കുന്നതാണ്. ഒട്ടും ചൂടുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എലാഞ്ചി എങ്ങനെ ഉണ്ടെന്ന് മണിക്കുട്ടനോട് ചോദിച്ചു നോക്കാം. മണിക്കുട്ടൻ്റെ എക്സ്പ്രഷനാണ് എനിക്കറിയാം. കഴിക്കണതിന് മുന്നേ എക്സ്പ്രഷൻ വേണ്ട. ഏലാഞ്ചി എനിക്കും നല്ലതായിട്ട് തന്നെ തോന്നി കേട്ടോ. ഇനി അടുത്തത് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. വൈശാഖിന് ഇവിടുത്തെ ചില്ലിൻകൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ്. ഇത് ഓക്കെയാണ്, പക്ഷെ എന്നാലും തണുത്തിട്ടേ നമുക്ക് ഒട്ടും ചൂടില്ലാത്ത സാധനങ്ങളാണ്. പിന്നെ കുഴപ്പമില്ല, ചൂടില്ലാത്തതിൻ്റെ ഒരു വലിയ കുറവാണ്. ഷൈറാൻ കഫേയുടെ ട്രേഡ് മാർക്ക് ഐറ്റമായിട്ടുള്ള ഇറാനി ചായയും അതുപോലെ തന്നെ പാനിപൂരിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കി എല്ലാ ഡിഷസും നിരാശയാണ് സമ്മാനിച്ചത്. ഞങ്ങൾക്ക് വിശപ്പ് അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 100 മീറ്റർ മാറി ബിസ്ബറി കഫേയിലും കൂടിയും പോയി. തൊട്ടപ്പുറത്തെ ടേബിളിലുള്ള ഫാമിലി ലോഡഡ് ചിക്കൻ ഫ്രൈസ് കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അതന്നെ ഓർഡർ ചെയ്യണം തോന്നി. ഈ ബിസ്ബറി കഫേൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി സേവന ഹോസ്പിറ്റലിനടുത്താണ്. മുമ്പൊരിക്കൽ ഇവിടെ വന്ന് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. അന്ന് പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് എലോക്സ് കഫേയിലേക്ക് പോയി. ഇന്ന് എന്തായാലും ഇവിടെ ട്രൈ ചെയ്തിട്ട് തന്നെ ഉള്ളൂ. കഴിക്കാനുള്ളതുണ്ട്. അതായത് വെർത്താണ്. അതെ, 4 ആള് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. വൈശാഖുള്ളതുകൊണ്ട് ഞങ്ങള് അതെ 179 രൂപയായിരുന്നു അവിടുത്തെ ചിക്കൻ ലോഡഡ് ഫ്രൈസ്. എന്തായാലും അത് കംപ്ലീറ്റ്ലി വർത്ത് ഫോർ മണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. രാജമാണിക്യം സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പറയുന്ന പോലെ എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യണമെന്ന്. കുറച്ച് ദിവസമായിട്ട് നമ്മളത് പ്ലാനിങ്ങിലായിരുന്നു. ഷെറാൻ കഫേ മാത്രമേ നമ്മൾ ആക്ച്വലി ആദ്യം പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിസ്ബറി കഫേയും ഞാൻ കുറേ കാലമായിട്ട് ഐ തിങ്ക് 1 ഇയറിന് മേലെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഒരു തവണ പോയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതും ഈ ഒരു തവണ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റി. ഇറാനി ചായ് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക്, പട്ടാമ്പിക്കാർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഷെറാൻ കഫേ. മേലെ പട്ടാമ്പിയിൽ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. ബട്ട് എനിക്കെന്തോ അവരുടെ സ്നാക്സ് ഒന്നും അത്ര ഇമ്പ്രസീവായി തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസ്ബറിയിലും കൂടിയും പോയത്. പക്ഷേ ബിസ്ബറിയിലെ ലോഡഡ് ഫ്രൈസ് വാസ് അൾട്ടിമേറ്റ്, വർത്ത് ഫോർ മണി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ മൊത്തത്തിലൊരു ഹാപ്പി നോട്ടോട് കൂടി ഇന്നത്തെ ഡേ എൻഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ പതിവ് പോലെ തന്നെ കാര്യം പറയാം. സോ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഈ ഒരു വ്ളോഗ്സ് ഇനിയും മെച്ചപ്പെട്ട് വരാൻ
നിങ്ങളുടെ ഈ ഓരോ സപ്പോർട്ട് അത് ലൈക്കിലൂടെ ആണെങ്കിലും ഷെയറിലൂടെ ആണെങ്കിലും സബ്സ്ക്രൈബിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. സോ ദയവായി സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വ്ളോഗുമായി കാണാം. അതുവരെയും ബൈ ഫ്രം അർജുൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.